ഹലോ ഫ്രണ്ട്സ്, ഇന്നേ ഒരു എഗ് ബിരിയാണിയുടെ റെസിപ്പിയാണ് കാണിക്കുന്നത്. ഇത് സാധാരണ ഉണ്ടാക്കുന്നതിലും കുറച്ച് വ്യത്യസ്തമായ രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നല്ലൊരു ടേസ്റ്റാണ് കഴിക്കാൻ. എന്നാലേ ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? അതിനു മുന്നേ ഈ ചാനലേ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടോട് ചെയ്തേക്കണേ. കൂടെ കാണുന്ന ബെല്ലൈക്കണിലെ ഓള് തന്നെ ഒന്ന് അമർത്തി സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാലേ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ? ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു ചെറിയൊരു മിക്സ് ഒന്ന് റെഡിയാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് ഓയിലൊന്ന് ആഡ് ചെയ്ത് കൊടുക്കാവേ. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിലൊന്ന് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. 2 ഏലക്ക ചേർക്കുന്നുണ്ട്, ചെറിയ കഷ്ണം 2 പീസ് പട്ടയും 2 ഗ്രാമ്പും ചേർക്കുന്നുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചിയുടെ കഷ്ണം എടുത്തിട്ട് ഒന്ന് കട്ട് ചെയ്ത് ഇട്ടേക്കാണ്. ഇനി ഒരു 4-5 വെളുത്തുള്ളി അല്ലിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി എരിവിന് ആവശ്യത്തിന് 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവാള അരിഞ്ഞതാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നല്ല ചെറിയ സവാള ആയതുകൊണ്ടാണ് 2 എടുത്തത്, അല്ലെങ്കിൽ 1 തന്നെ മതിയാവും. ചേർത്തിട്ട് ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതങ്ങനെ തീരെ ചെറുതാക്കി അരിയണമെന്നൊന്നും ഇല്ല. ഇത് നമ്മളൊന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അത്യാവശ്യം വലുതായിട്ട് തന്നെ അരിഞ്ഞ് തന്നെ ചേർക്കാം. ഇതൊന്ന് ട്രാൻസ്പെറൻ്റ് ആയാൽ മതിയാവും. അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് കളർ ഒന്നും മാറ്റിയെടുക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ഈ പരുവം വരെയൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതിയാവും. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയിലയുടെ തണ്ടൊന്നും കളഞ്ഞിട്ടില്ല. ഇനി കുറച്ച് പുതിനയിലയും കൂടെ ചേർക്കാം. ചേർത്തിട്ട് ഇതും കൂടെ ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഈ പരുവം വരെയൊക്കെ ഒന്ന് വാടി വരുന്നത് വരെ ഒന്നങ്ങ് വഴറ്റി എടുത്തിട്ട് നമുക്ക് ഫ്ലെയിം അങ്ങ് ഓഫാക്കാം. ഇനി ഇതൊന്ന് തണുത്ത് വരുമ്പോഴത്തേനും നമുക്കൊരു മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഇതൊന്ന് തണുത്തിട്ടുണ്ട്. ഞാനൊരു മിക്സിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരല്പം വെള്ളം കൂടെ ചേർത്താണ്ട് ഇതുപോലെ ഒന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാവേ. ഇനി നമുക്ക് ഈ റൈസ് ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിന് ഒരു വലിയൊരു പാത്രം ഒന്ന് അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് ഞാനിവിടെ ഒരു 2 ടീസ്പൂൺ നെയ്യ് ആഡ് ചെയ്തിട്ടുണ്ട്. കൂടെ 2 ടീസ്പൂൺ ഓയിലും കൂടെ ചേർക്കുന്നുണ്ട്. ഇനി അതിലേക്ക് ഒരു 2 സവാള ചെറുതായിട്ട് അരിഞ്ഞത് ഒന്ന് ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടെന്ന് വെച്ചാൽ കനം കുറച്ച് അരിഞ്ഞെടുത്തതാണ്. ഒന്ന് ചേർത്ത് കൊടുക്കാവേ. ഈ സവാളയിലൊക്കെ അല്പം വെള്ളത്തിൻ്റെ അംശം ഉണ്ടായിരുന്നു, അതാ ഈ പൊട്ടിത്തെറിയൊക്കെ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇതൊന്ന് വഴറ്റിയെടുക്കാം. ഇതൊന്നും ഒരുപാട് നിറം മാറ്റിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് വഴണ്ട് വന്നാൽ മതിയാവേ. ഈ ബിരിയാണി ഒരു വ്യത്യസ്ത ടേസ്റ്റിലാണ് നമുക്ക് കിട്ടുന്നത്. നല്ലൊരു ടേസ്റ്റാണ്. എഗ് ബിരിയാണി എന്ന് നമുക്ക് തോന്നേയില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ചിക്കൻ ബിരിയാണിയൊക്കെ കഴിക്കുന്ന ആ ഒരു ഇതാണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. ഇപ്പോൾ ഈ സവാളയൊക്കെ ഒന്ന് വാടി വഴണ്ട് വന്നിട്ടുണ്ട്. ഈ പരുവം വരെയൊക്കെ ഒന്ന് മതിയാവും. ഇനി ഇതിലേക്ക് ഒരു 2 തക്കാളി ഒന്ന് അരിഞ്ഞതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ തക്കാളിയും ഒന്ന് വെന്ത് വരണം, അതുവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാം. ഒരുപാട് അങ്ങ് വെന്ത് കുഴയൊന്നും വേണ്ട, ചെറുതായിട്ട് ഒന്ന് വെന്ത് വന്നാൽ മതിയാവും. ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കുന്ന നമ്മുടെ ആ മിക്സ് ഉണ്ടല്ലോ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഈ മിക്സ് ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാവേ. നമ്മൾ ഈ സാധാ ബിരിയാണി കിട്ടുന്ന ആ കളറിലും അല്ല കേട്ടോ ഇത് കിട്ടുന്നത്. ഒരു വ്യത്യസ്ത കളറിലൊക്കെയാണ്. നല്ല കാണാനും നല്ല ഭംഗിയും മണവും രുചിയൊക്കെയാണ് ഈ ബിരിയാണിക്ക് കേട്ടോ. ഇത് ഒന്നും കൂടെ അങ്ങ് വഴറ്റിയെടുക്കാം. ഇതിലുള്ള ആ ചെറിയ വെള്ളത്തിൻ്റെ അംശം ഒന്ന് വറ്റി വരുന്നവരെയും ഒന്നങ്ങ് വഴറ്റിയെടുക്കാവേ. ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് കാഷ്നട്ട് ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആദ്യമേ ചേർക്കാം. ഞാൻ ആദ്യം ചേർക്കാൻ അങ്ങ് വിട്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഇത് ചേർത്തിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സാക്കി എടുക്കാം. ഇങ്ങനെ ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ കുറച്ച് മസാലപ്പൊടികളൊന്ന് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി ഒരു 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂണൊക്കെ മുളക് പൊടി, അതായത് കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത്. ഇനി ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ചേർത്തിട്ട് ഈ പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്നവരെ നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കി എടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്നങ്ങ് മാറ്റിയെടുക്കാവേ. ഇപ്പോൾ ഈ പൊടികളുടെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നു. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈരാണ് ചേർത്ത് കൊടുക്കുന്നത്. തൈര് നല്ല പുളി കുറവുള്ള തൈരാണ് എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ 1/2 കപ്പ് ചേർത്തേക്കുന്നത്. പുളിയുള്ള തൈരാണെങ്കിൽ നിങ്ങൾ അതിൽ നല്ല കുറച്ച് ചേർത്താൽ മതി. ഒരു 1/4 കപ്പൊക്കെ മതിയാവേ. ചേർത്തിട്ട് ഇതിൻ്റെ കൂടെ നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി എടുക്കാം. ഇതുപോലെ നന്നായിട്ട് അങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർക്കുന്നുണ്ട്. നമ്മുടെ ചിക്കൻ സ്റ്റോക്ക് ഉണ്ടല്ലോ, മാഗി ക്യൂബ്, അത് ഒന്ന് ചേർത്ത് പൊടിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. 2 ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് ചേർക്കുമ്പോഴേ ഈ
ബിരിയാണിക്ക് നല്ലൊരു ടേസ്റ്റ് ഫ്ലേവറൊക്കെ കിട്ടും കേട്ടോ. ഇത് കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, ഇല്ലെങ്കിൽ ചേർക്കണമെന്നില്ല. ഇനി ഇതിലേക്ക് നമുക്ക് അരിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ജീരകശാല അരിയാണ് എടുത്തിരിക്കുന്നത്. 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ക്ലീൻ ആക്കിയ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് ഊറ്റി കളഞ്ഞിട്ട് വേണം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ. ചേർത്തിട്ട് ഈ മസാലയായിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് യോജിപ്പിച്ചെടുക്കാവേ. ഇതിപ്പോൾ നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് എന്നുള്ള കണക്കിൽ വേണം ചേർക്കാൻ. ഞാനിപ്പം ഇത് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് അതിൽ വെള്ളം ഒഴിച്ചിട്ടാണ് അളന്നെടുത്ത് ഒഴിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പം നമ്മളൊന്നും വേസ്റ്റ് ആക്കരുത് എന്നല്ലേ. അപ്പോൾ 1.5 കപ്പ് വെള്ളം ഞാൻ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾ ഇതിലേക്ക് ഉപ്പ് ചേർക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണം. ചിക്കൻ ക്യൂബ് ചേർക്കുന്നുണ്ടെങ്കിൽ, അതായത് ചിക്കൻ സ്റ്റോക്ക് ചേർക്കുന്നുണ്ടെങ്കിൽ അതിനകത്ത് കുറച്ച് ഉപ്പിൻ്റെ അംശം കാണും. അപ്പോൾ അത് ഒന്ന് നന്നായിട്ട് നോക്കിയിട്ട് വേണം ഉപ്പ് ചേർക്കാൻ. അപ്പോൾ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്നങ്ങ് മിക്സ് ആക്കിയിട്ട് ഇനി ഇതിലേക്ക് നമുക്ക് പുഴുങ്ങി വെച്ചേക്കുന്ന മുട്ടയൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനൊരു 4 മുട്ട ചേർക്കുന്നുണ്ട്. മുട്ടയൊക്കെ നിങ്ങളുടെ പാകത്തിന് അങ്ങോട്ട് ചേർത്താൽ മതിയാവും. ഇവിടെ ആൾ വളരെ കുറവായതുകൊണ്ട് ഞാനൊരു 4 ചേർക്കുന്നുള്ളേ. ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്നും കൂടെ അങ്ങ് മിക്സ് ആക്കി എടുക്കാവേ. ഇതൊന്ന് മിക്സ് ആക്കിയിട്ട് ചെറുതായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമുക്കിതൊന്ന് അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. അത് മതിയാവും. അതുകൊണ്ട് നമ്മുടെ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ ആദ്യം ഒന്ന് കോരി നോക്കുമ്പോഴേ ചെറുതായിട്ട് ഇങ്ങനെ വെള്ളം ഇരിക്കുന്ന പോലൊക്കെ തോന്നും. പക്ഷേ ഇതൊന്ന് തണുത്ത് കഴിയുമ്പോഴത്തേനും സെറ്റ് ആവും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ള ബിരിയാണിയാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ നമുക്കിത് ചൂടോടെ തന്നെ അങ്ങോട്ട് സെർവ് ചെയ്താലോ. കണ്ടോ, കാണുമ്പോഴേ അറിയാലോ എന്ത് ടേസ്റ്റ് ആയിരിക്കും. അരിയൊക്കെ നന്നായിട്ട് വിട്ട് കിടക്കുന്നുണ്ട്. ആ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ആക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമൻറ്റ് ബോക്സിൽ അറിയിക്കൂ. അപ്പോൾ ഇനിയൊരു റെസിപ്പിയുമായി വീണ്ടും